എങ്ങടെ മോനാളിയുടെ അവിടെയൊക്കെ പോയിക്കണ് കുട്ടിയുടെ എന്നെ പണി കളയും. കുറേ ദിവസത്തെ ഉച്ചവെയിലിൽ നിന്നും ഒരു രാത്രിയിലേക്ക്. ഇന്നൊരു രാത്രിയിലെ വീഡിയോ ആണ്. കുറേ ആൾക്കാരുടെ കൂടിച്ചേരലിൻ്റെ ഒരു രാത്രി. കുറച്ച് പേര് കൂടിച്ചേർന്നിട്ട് ഇന്ന് ഞങ്ങളിവിടെ ഭക്ഷണം വെച്ചിട്ട് ഇവിടെ തന്നെ ഒന്ന് കൂടി. ഒരു രസം. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. എന്തായാലും ഉള്ളി അരിഞ്ഞപ്പോൾ ഞാൻ കണ്ണുന്നൊക്കെ വെള്ളത്തിച്ചത്. അരിഞ്ഞ് എൻ്റെ കണ്ണ് നോക്കിയൊക്കെ കളയ സമയത്ത് ഞങ്ങൾ പുതിയ ചെമ്പൊന്നും നിങ്ങൾ കാണുന്ന വേണം. കാരണം ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് പേര് ഒന്നിച്ച് എടുത്തൊരു പുതിയ ചെമ്പാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ്. അതും കൂടി നിങ്ങളത് പ്രത്യേകം അറിയിക്കുകയാണ്. ചെമ്പിനടിയിൽ വെണ്ണൂറ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരി ഇളകി പോവും. ഞാൻ ആ സെറ്റ് ഒന്ന് ഇട്ട് അരി അളന്ന് വെച്ച പാത്രത്തിൻ്റെ നേരെ ഇരട്ടിയാണ് വെള്ളം എടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ബീൻസ് വെട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർക്കണം. അത് മനസ്സിലാവില്ല പുതിന മല്ലിയില, കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ചേർക്കണം. നെയ്ച്ചോറിലേക്ക് ചേർക്കാനുള്ള മസാലകൾ കാണാം. ഇത് ഞാൻ അതിലേക്ക് ചേർക്കുന്നു. ഒപ്പം ഡാൽഡ ഒരു 200 ഗ്രാമോളം ഞാൻ ചേർത്തു. കൂടാതെ ഉപ്പ് ചേർത്തു. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഇതിൽ പാരാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അതേപോലെ പുതിന വെട്ടി വെച്ചത് ഞാനൊന്ന് വിതറുന്നുണ്ട്. രണ്ടുപേരും മുന്തിരിയൊക്കെ നമ്മൾ ചേർക്കും, ഞാൻ ചേർത്തിട്ടില്ല എന്നാണ്. നമുക്കിനി ചിക്കൻ കറി വെക്കാൻ ആവശ്യമുള്ള ചെമ്പയിലേക്ക് ഞാൻ ഓയിൽ പാരണം. ഉള്ളി വെട്ടി വെച്ച് ചേർക്കുന്നു. അല്പം ഉപ്പ് ചേർക്കുകയാണ്, ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. തക്കാളി വെട്ടിച്ചത് ഒരു 750 ഗ്രാം ചേർത്തിട്ടുണ്ട്. സവാള ഞാൻ 2 കിലോ ചേർത്തിട്ടുണ്ട്.
ചിക്കൻ കോഴി അതായത് ഇറച്ചിയായിട്ട് 5 കിലോനാണ്. അതിലേക്ക് മല്ലിച്ചപ്പ്, അതേപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത്, മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 2-3 സ്പൂൺ ഇട്ടു. ചിക്കൻ മസാല ഏകദേശം ഒരു 5-6 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. ചില്ലി പൗഡർ ഒരു 4 സ്പൂണ്, മല്ലിപ്പൊടി ഏകദേശം ഞാനൊരു 75 ഗ്രാമോളം ഇതിൽ ചേർക്കുന്നുണ്ട്. 100 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ 3/4 ഞാൻ അതിലിട്ടു. ഈ ചില ഏരിയയിലേക്ക് മല്ലിപ്പൊടി ഇടുകയില്ല. മസാല ഉണ്ടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. മുളക് പൊടി കറി വയ്ക്കുക. എപ്പോഴും വലിയ ലെവലായി കൊടുത്തറ അതിൻ്റെ മുകൾ ഭാഗം ഇതാവണ്ടോ ഇങ്ങനെ ഇത്ര വലിയതൊന്നും ഇല്ല കിടക്ക്. ചിക്കൻ നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് വെതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. പീസിലടി ലിവറില്ലാത്ത ഗ്രേവി ആയിട്ട് ലിവർ ഇട്ടേച്ച് പറഞ്ഞാൽ മതി. കവത്ത് നിൽക്കുന്നു. സൈഡിലിട്ടോളൂ. ഉള്ളില്ല ഉള്ളില്ല. നാവിനും മനസ്സിനും രുചിയൂട്ടിക്കൊണ്ട് ഇന്നത്തെ രാവയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക.